3 4 5 6 7 8 9 10 11. ഓക്കെ ഗൈസ്, ഓക്കെ. ഇവിടെ ഇപ്പം എന്തായാലും നമ്മുടെ ഫ്രാങ്ക്ലിന് കണക്കി എന്തായാലും രാവിലെ തന്നെ എണീറ്റ് നമ്മുടെ ത്രെഡ്മില്ല് കണക്കി എന്തായാലും ഓടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടാ. ഓടടാ ഫ്രാങ്ക്ലിനെ, ഓടടാ. ഇനിയിപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്കിനി നേരെ താഴെ പോട്ടാ. ഓക്കെ, നമുക്ക് നേരെ താഴെ പോ. എൻ്റെ അമ്മച്ചി നടു ഒടിഞ്ഞ്. കുഴപ്പമില്ല. ഓക്കെ, നമുക്കിവിടെ നിന്ന് നേരെ എണീറ്റത് കേട്ടാ. ഓക്കെ ഗായ്സ്, അതേപോലെ തന്നെ അല്ലേ ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേക കണക്കുന്നുണ്ട് കേട്ടാ. അതെന്താണ് സംഭവം എന്ന് നിങ്ങൾക്ക് അറിയാമോ? ഇന്ന് നമ്മുടെ ടൈഗറിൻ്റെ ബർത്ത്ഡേ കണക്കെയാണ് ഗൈസ്. യെസ് ഗൈസ്, ഓക്കെ. ഇന്ന് നമ്മുടെ സ്വന്തം ടൈഗറിൻ്റെ ബർത്ത്ഡേ ആണ് ഗൈസ്. ഓക്കെ, നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ പട്ടിയായിട്ടുള്ള നമ്മുടെ ടൈഗറിൻ്റെ ബർത്ത്ഡേ ആണ് ഗൈസ്. ഓക്കെ, അപ്പം നമുക്കപ്പോൾ അതൊന്ന് ആഘോഷിക്കണ്ടേ? അതൊക്കെ പിന്നെ അത്രേ ഉള്ളൂ കേസൊക്കെ. നമ്മൾ ടൈഗറിന് ഒരു സർപ്രൈസ് ആയിട്ട് കൊടുക്കാന്നങ്ങ് വിചാരിച്ചു കേസ്. അതൊക്കെ പിന്നെ അത്രേ ഉള്ളൂ കേസ്. ഓക്കെ ഗൈസ്, ഞാനാണ് കേട്ടാ. ഓക്കെ, ഞാൻ ടൈഗറാണ് കേസ്. ഓക്കെ, ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകത ഉണ്ട് കേസ്. ഓക്കെ, നിങ്ങൾക്കതെല്ലാം അറിയാമായിരിക്കും കേസ്. ഓക്കെ, കാരണം എന്ന് വെച്ചാൽ ഇന്നെൻ്റെ ബർത്ത്ഡേ ആണ് കേസ്. ഓക്കെ, ഇന്ന് ഈ ടൈഗറിൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടാ. പക്ഷെ എൻ്റെ ബർത്ത്ഡേയിലും എനിക്കൊന്ന് സങ്കടം മാത്രമേ ഉള്ളൂ കേസ്. ഓക്കെ, അത് പിന്നെ അങ്ങനെയാണല്ലോ. ഓക്കെ, എന്താണ് സംഭവം എന്ന് വെച്ചാൽ എൻ്റെ ബർത്ത്ഡേ ആയിട്ട് അത് ആർക്കും അറിഞ്ഞൂടാ ഗൈസ്. എൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ് ഗൈസ് ഇതെന്ന് വെച്ചാൽ. ഓക്കെ, ഈ ഒരു ഫ്രാങ്ക്ലി ചേട്ടൻ്റെ വീട്ടിൽ വന്നിട്ട് എൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ് ഗൈസ് ഇതെന്ന് വെച്ചാൽ. ഓക്കെ, ആർക്കും എൻ്റെ ബർത്ത്ഡേ അറിഞ്ഞൂടാ. ഷിൻചാൻ അറിഞ്ഞൂടാ, പിങ്ചാൻ അറിഞ്ഞൂടാ, ഗ്രാനിക്ക് അറിഞ്ഞൂടാ. ഇവരെല്ലാവരും പോട്ട് നമ്മുടെ സ്വന്തം യജമാനായ നമ്മുടെ ഫ്രാങ്ക്ലി ചേട്ടനെ പോലെ അറിഞ്ഞൂടാ. എന്ത് കഷ്ടമാണല്ലോ ഗൈസ്. ഓക്കെ, അതിനർത്ഥം ഫ്രാങ്ക്ലി ചേട്ടൻ എൻ്റെ കൂടെ സ്നേഹമില്ലെന്നാണ് കേട്ടാ. അല്ലെങ്കിൽ ഫ്രാങ്ക്ലി ചേട്ടൻ എൻ്റെ ബർത്ത്ഡേ ഓർമ്മിച്ച് വയ്ക്കായിരുന്നു കേട്ടാ. ഞാൻ എന്തൊക്കെ വിചാരിച്ചിരുന്നതാണ്, ഞാൻ രാവിലെ എണീക്കുമ്പം ഫ്രാങ്ക്ലി ചേട്ടൻ എന്നെ വിഷൊക്കെ ചെയ്യുന്നതാണ് ഞാൻ വിചാരിച്ചെന്നില്ല കേട്ടാ. പക്ഷെ എല്ലാം തെറ്റി ഗൈസ്. ഓക്കെ, ഫ്രാങ്ക്ലി ചേട്ടൻ എൻ്റെ കൂടെ ഇഷ്ടമല്ല ഗൈസ്. ഓക്കെ, അതുകൊണ്ടാണ് ഗൈസ് എൻ്റെ വിഷ് പോലും ചെയ്യാത്തത് കേട്ടാ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഒരു നിമിഷം പോലും ഗൈസ് ഇനി ഈ ഒരു വീട്ടിൽ നിൽക്കൂല ഗൈസ്. ഓക്കെ, ഞാൻ ഇപ്പം തന്നെ ഈ വീട് വിട്ട് പോകാനായിട്ട് പോകണം കേട്ടാ. എനിക്ക് നല്ല രീതിക്ക് വിഷമമുണ്ട് ഗൈസ്. ഓക്കെ, ഞാൻ ഫ്രാങ്ക്ലി ചേട്ടൻ ഒരു കത്തും കൂടെ എഴുതി വെച്ചിട്ടാണ് ഈ വീട് വിട്ട് പോകാൻ പോകണം കേട്ടാ. അപ്പം ശരി ഗൈസ്, ബൈ ബൈ. എടാ ഷിൻചാനെ പിഞ്ചാനെ ബാക്കി കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തല്ലോ. ഫ്രാങ്ക്ലി ചേട്ടാ, ഇന്ന് നമ്മുടെ ടൈഗറിൻ്റെ ബർത്ത്ഡേ അല്ലേ, അത് നമുക്ക് സൂപ്പറായിട്ട് ആഘോഷിക്കണം. ആടാ ഷിൻചാനെ, ഫ്രാങ്ക്ലി ചേട്ടാ, നമ്മുടെ ടൈഗർ ടൈഗർ അവിടെ എവിടെയെങ്കിലും ഉണ്ടായിരിക്കും. അവൻ മിക്കവാറും വിചാരിച്ചേക്കണ അവനെ നമ്മളോടൊന്നും സ്നേഹമില്ലെന്ന് കേട്ടാ. സത്യം പറഞ്ഞാൽ അവൻ നമ്മൾ വിചാരിക്കണ സർപ്രൈസായിട്ട് അവന് കൊടുക്കാന്നാണ് കേട്ടാ. നോക്കിയോ കേട്ടാ, എന്തായാലും ടൈഗർ എന്തായാലും അവിടെ വെളിയിൽ എവിടെയെങ്കിലും ഉണ്ടായിരിക്കും കേട്ടാ. എടാ ഷിൻചാനെ പിഞ്ചാനെ ഗ്രാനി എല്ലാവരും ഒരു കാര്യം ചെയ്യും, മൊത്തത്തിൽ ആ ഒരു ഏതാണ് ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ സെറ്റാക്കുക. എടാ ഷിൻചാനെ പിഞ്ചാനെ നിങ്ങൾ എൻ്റെ അവിടെ വാ കേട്ടാ. നമുക്ക് ചെറിയൊരു സംഭവം ചെയ്യാനായിട്ട് നല്ല ഉണ്ട് കേട്ടാ. എന്താണ് സംഭവം എന്ന് വെച്ചാലേ, ഇന്ന് ടൈഗറിൻ്റെ ബർത്ത്ഡേ അല്ലേ, അതുകൊണ്ട് കേക്കും ബാക്കി സാധനങ്ങളൊക്കെ നമ്മൾ നേരത്തെ വാങ്ങിച്ച് ഡെക്കറേഷൻ്റെ കുറച്ച് സാധനങ്ങളും പിന്നെ ടൈഗറിന് ഒരു ഗിഫ്റ്റ് വാങ്ങിക്കണം. ഫ്രാങ്ക്ലി ചേട്ടാ, അത് ചേട്ടൻ പറയാൻ ശരിയാണ് കേട്ടാ. നമ്മളിപ്പോൾ ടൈഗറിന് എന്ത് ഗിഫ്റ്റ് വാങ്ങിക്കും? ഒരു കാർ വാങ്ങിച്ചാലോ? എടാ ഷിൻചാനെ, ടൈഗറിന് കാർ ഓടിക്കാൻ അറിഞ്ഞൂടല്ലോടാ. അത് മാത്രമല്ല അവർ പട്ടി കൂടാണ്, പിന്നെ അവൻ എങ്ങനെ വണ്ടി ഓടിക്കും? അതല്ല ഫ്രാങ്ക്ലി ചേട്ടാ. ഓക്കെ, ഞാൻ ഉദ്ദേശിച്ചത് അവന് ഓടിക്കാൻ പറ്റിയ എന്തെങ്കിലും ഒരു സാധനം വാങ്ങിച്ചു കൊടുത്താൽ. ഓടിക്കാൻ പറ്റിയ എന്തോന്ന് സാധനം? അല്ല ഫ്രാങ്ക്ലി ചേട്ടാ, നമുക്ക് അവൻ എന്തെങ്കിലും ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കണം. ആടാ ഷിൻചാനെ, അവൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ് നമ്മുടെ വീട്ടിൽ വന്നിട്ട്. ആടാ ഷിൻചാനെ പിഞ്ചാനെ, അത് നിങ്ങൾ പറഞ്ഞ ശരിയാണ് കേട്ടാ. നമ്മുടെ അല്ലേ ടൈഗറിൻ്റെ ഈ വീട്ടിൽ വന്നിട്ടുള്ള ഫസ്റ്റ് ബർത്ത്ഡേ. അയ്യോ, ഇതിപ്പോൾ എന്താണ് സംഭവിച്ചത്? നമ്മുടെ റോട്ടിലെന്തോ ചെറിയൊരു ആക്സിഡൻറ്റ് നടന്നല്ലോ. എന്തെങ്കിലുമൊക്കെ ആവട്ടെ. ഓക്കെ, അമ്മമാർക്കൊന്നും വണ്ടി ഓടിക്കാൻ ഇറങ്ങണം, അത് എൻ്റെ പ്രശ്നം. ഓക്കെ, ഒരു കാര്യം ചെയ്യാം, നമുക്കതല്ലല്ലോ നേരെ കുറച്ച് ഡെക്കറേഷനായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണ്ടേ. ഓക്കെ, എന്നിട്ട് നമുക്ക് നേരെ നമ്മുടെ ടൈഗറിൻ്റെ ഗിഫ്റ്റ് വാങ്ങിക്കാനായിട്ട് പോവാം. ഓക്കെ, ഇവിടെ ഇപ്പം നമ്മളെന്തായാലല്ലേ നമ്മുടെ ടൈഗറിനായിട്ടുള്ള ഗിഫ്റ്റുകളൊക്കെ മേടിച്ചേക്കാണ് കേട്ടാ. ഗിഫ്റ്റ് മാത്രമല്ല, ഡെക്കറേഷനുള്ള സാധനങ്ങൾ വാങ്ങിച്ചേട്ടാ. ഈ ഷിൻചാനും പിഞ്ചാനും പറഞ്ഞ് നമ്മുടെ ടൈഗറിനെ RC ഇഷ്ടമാണെന്ന്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഞാൻ ഒന്നും നോക്കിയില്ല, ഒരു കസ്റ്റം മോഡിഫൈഡ് ആയിട്ടുള്ള ഒരു RC 3 ലക്ഷം കൊടുത്ത് വാങ്ങിച്ചേസ്. ഓക്കെ, അതൊക്കെ പിന്നെ അത്രേ ഉള്ളൂ കേസൊക്കെ. അവന് വണ്ടി ഓടിക്കാനൊന്നും അറിയണം, എന്നാലും അവന് RCയുടെ സൗണ്ടൊക്കെ അവന് ഇതിലൊന്ന് കയറി ഓടിക്കണമെന്നൊരാഗ്രഹം ഉണ്ടെന്നൊക്കെ അവന്മാർ പറയണ കേസൊക്കെ. എനിക്കറിയാൻ പാടില്ല കേസൊക്കെ ടൈഗറിന് ഇഷ്ടപ്പെടുമെന്നൊക്കെ. നമ്മളെന്നാലും വണ്ടി വാങ്ങിച്ചിട്ടുണ്ടൊക്കെ, പക്ഷെ ഇത് കൊണ്ടുപോയിച്ചിരി റിസ്ക് പിടിച്ച പരിപാടിയാണ്. എന്നാലും മെല്ലെ കൊണ്ടുപോയില്ലെങ്കിൽ സാധനം മറിഞ്ഞടിച്ച് വീഴാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അയാളൊരു സൈഡിലായിട്ടാണ് കൊണ്ട്
വണ്ടി കയറ്റി വെച്ചതെന്ന് വെച്ചാൽ ഏട്ടാ ഒരു കാര്യം ചെയ്തും കൊണ്ട് എങ്ങനെയെങ്കിലൊക്കെ പതുക്കെ വീട്ടിൽ പോകാൻ കഴിയും, അല്ലാതെ ശരിയാവത്തില്ല. ഓക്കെ ഇവിടെ അപ്പോൾ നമ്മളെന്തായാലും ടൈഗറിന് കൊടുക്കാനുള്ള ഗിഫ്റ്റും പിന്നെ കുറച്ച് ഡെക്കറേഷൻ്റെ സാധനങ്ങളോട് നമ്മളങ്ങനെ വീട്ടിലെത്തി കേട്ടാ. ടൈഗറിന് എനിക്ക് തോന്നണില്ല RC ഇഷ്ടപ്പെടുമെന്നൊക്കെ. വണ്ടി നൈസ് ഉണ്ടാണ്, പക്ഷെ അവർ പട്ടിയുണ്ട് അവന് ഇഷ്ടപ്പെടുമെന്ന് അറിയട്ടെ. ഇവന്മാർ പറഞ്ഞിട്ടാണെങ്കിൽ RC മേടിച്ചതെന്ന് വെച്ചാൽ കേട്ടോ, അത് 3 ലക്ഷം കൊടുത്തൊക്കെ. അവൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ഓടിക്കാം ഇതൊക്കെ. അവനെ ഓടിക്കാൻ പറ്റുമെന്നല്ലേ ഇതൊക്കെ, കാരണം വെച്ചാൽ അവൻ പട്ടിയാണല്ലോ. എന്നാലും അവൻ്റെ ഒരാഗ്രഹത്തിന് അവൻ്റെ വീടിൻ്റെ അടുത്ത് ഈ ഒരു വണ്ടി കൊണ്ടിട്ടിരിക്കണ ഒരു ഇഷ്ടത്തിനല്ല കേസൊക്കെ. നമുക്കിനിയിപ്പോൾ ഈ ഒരു RC ഇറക്കിയേക്കണം കേട്ടോ. ഈ ഒരു RC എടുത്തിട്ട് നമുക്ക് നേരെ വീടിൻ്റെ നമ്മുടെ മറ്റേ ജിമ്മില്ലേ, ജിമ്മൊക്കെ ആ ജിമ്മിൻ്റെ അവിടെ കൊണ്ടുവന്നാലും വെക്കാം കേസൊക്കെ. നമ്മുടെ ടൈഗറിന് നമുക്ക് സർപ്രൈസ് ആയിട്ട് കൊടുക്കാം കേട്ടോ. ഗൈസ് എന്നാലും ഇവിടെ ഇപ്പം എന്തായാലും അല്ലേ നമ്മുടെ ടൈഗറിൻ്റെ ബർത്ത്ഡേ ആയിട്ടുള്ള എല്ലാ ഗസ്റ്റുകളും എന്തായാലും എത്തിയിട്ടുണ്ട് കേട്ടാ. ഗസ്റ്റുകളെല്ലാം എത്തി, പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാൾ വന്നില്ല കേസ് ഇതുവരെയായിട്ടൊക്കെ. അവൻ മിക്കവാറും പിണങ്ങിപ്പോയാന്ന് എനിക്ക് അറിഞ്ഞൂടോ കേസൊക്കെ. അത് വേറെ ആരുമില്ല, നമ്മുടെ ടൈഗർ തന്നെയാണ് കേട്ടാ. എന്നാലും എവിടെ പോയി കിടക്കണം, നമ്മൾ എത്ര നേരമായിട്ടെന്ന് അറിയാമോ കേസ് വെയിറ്റ് ചെയ്ത് നിൽക്കണമെന്ന് വെച്ചാൽ നമ്മളിവിടെ ഇപ്പോൾ ഡ്രോണൊക്കെ വെച്ച് കുറച്ച് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യണം. നമ്മളെല്ലാ പണിയും ചെയ്തിട്ടുണ്ട് കേട്ടോ. മൊത്തം നമ്മൾ വീട് അലങ്കരിച്ച് നമ്മുടെ ഗസ്റ്റുകളെല്ലാത്തിനെയും വിളിച്ചിട്ടുണ്ട് കേട്ടോ. മൈക്കിള്, ട്രെവർ, അതേപോലെ തന്നെ ലെസ്റ്റർ, അതേപോലെ തന്നെ ഷിൻജാൻ്റെ ഫ്രണ്ട്സ്, നമ്മുടെ ഫ്രണ്ട്സ് ലാമർ, അങ്ങനെ എല്ലാവരും ഏകദേശം എത്തിയിടുന്നല്ലോ കേട്ടോ. പക്ഷേ ഇവനെ മാത്രം കാണാനല്ലേ ഇതൊക്കെ. ഇവ എവിടെ പോയി കിടക്കണേ എന്തൊക്കെ. എന്തായാലും അവൻ പറഞ്ഞാൽ വെയിറ്റ് ചെയ്യാം കേസ്. ഓക്കെ ഗൈസ്, ഞാൻ ഇത്രയും നേരം വെയിറ്റ് ചെയ്തിട്ട് എൻ്റെ ക്ഷമ നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ. ഇവ എവിടെ പോയി കിടക്കണമെന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടോ ഇതൊക്കെ. നമ്മുടെ ടൈഗർ ഇത്രയും നേരമായിട്ട് കാണാനല്ലേ ഇതൊക്കെ. ഇവ എവിടെ പോയി കിടക്കണേ എന്തൊക്കെ അറിയാൻ പാടില്ല കേട്ടൊക്കെ. ഓക്കെ ഇതൊക്കെ ഗസ്റ്റിൻ്റെ കാറാണ് കേട്ടോ. ഈ ഒരു ഏതാണ് സെൻവോ കാറില്ല, ഇത് നമ്മുടെ കാറാണ് കേട്ടോ. ഓക്കെ നമ്മുടെ കാർ നമ്മൾ ബാക്കിൽ പാർക്ക് ചെയ്തിട്ടാണ്, ജസ്റ്റ് ഒന്ന് ഫ്രണ്ടിൽ കൊണ്ട് ഇട്ടതേ ഉള്ളൂ. ഒരു ഡിഫൻഡർ നമ്മുടെ ആണ് കേട്ടോ. ഇതെന്താണ് ഒരു ഡിഫൻഡർ വേറൊരു GTRൻ്റെ മണ്ടയ്ക്ക് കയറി ഇരിക്കണത്, അതെന്തെങ്കിലുമൊക്കെ ആവട്ടെ. ഈ ഒരു സെൻവോ കാറും പിന്നെ ആ ഒരു ലാൻഡ് റോവർ ഡിഫൻഡർ നമ്മുടേതാണ് കേട്ടോ. നമ്മൾ ജസ്റ്റ് ഒരു ഷോയ്ക്കാനായിട്ട് ഫ്രണ്ടിൽ കൊണ്ട് ഇട്ടതെന്നുള്ളൂ. ഇഷ്ടംപോലെ ഗസ്റ്റ് വന്നിട്ടെന്തെല്ലാം ഉണ്ട്, ഇനി വരാനുണ്ട്. പക്ഷേ ഇമ്പോർട്ടൻറ്റ് ബർത്ത്ഡേ പോയി കാണാനില്ല കേസൊക്കെ. എന്നാലും എവിടെ പോയി കിടക്കണേ എന്താ വെച്ചാൽ നമുക്ക് ഈ ഏരിയയൊക്കെ സെർച്ച് ചെയ്യാൻ. ഇനിയിപ്പോൾ നമ്മൾ ആരും വിഷ് ചെയ്യാത്തതുകൊണ്ട് അവൻ ദേഷ്യം വന്ന് എങ്ങോട്ടെങ്കിലും നാട് വിട്ട് സ്ഥലം വിട്ടെന്ന് കേട്ടോ. പക്ഷേ അങ്ങനെ പട്ടികൾക്കൊന്നും അത്രയ്ക്ക് ദൂരം സഞ്ചരിക്കാൻ പറ്റൂല ഇതൊക്കെ. അത് മാത്രമല്ല ഒരു വിമാനമോ അതേപോലെ തന്നെ ട്രെയിൻ ആരും പട്ടികളെ കയറ്റൂല ഇതൊക്കെ. അതുകൊണ്ട് തന്നെ വേണ്ട അവ ഈ സിറ്റി തന്നെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും കേസൊക്കെ. എന്നാലും ഇത് എവിടെ പോയി കിടക്കുകയാണ് ഇവ, ഇങ്ങനെ എന്തിനും പിണങ്ങണതൊക്കെ. നമ്മൾ സർപ്രൈസ് ആയിട്ട് കൊടുക്കുമെന്ന് ഇവന് അത്രയ്ക്ക് അറിഞ്ഞൂടെ കേസ്. ചിന്തിക്കാനുള്ളൊരു കഴിവില്ല കേസ് നമ്മുടെ ടൈഗറിനൊക്കെ. എന്തായാലും പാവം കേസ്, അവനെ കണ്ടുപിടിച്ചേ പറ്റുമൊക്കെ. അവൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കേസൊക്കെ. ഇവ എവിടെ പോയി കിടക്കണതാണ് കേസൊക്കെ. ഓക്കെ കേസ്, ഒരു കോള് ഞാനൊക്കെ പറഞ്ഞില്ല, ഇത് ആരാണ്? ഓക്കെ എനിക്കറിയണം കേസ്. നമുക്ക് എന്തായാലും വണ്ടി ആണെങ്കിൽ ഇവിടെ ചവിട്ടി നിർത്താം കേസൊക്കെ. ഓക്കെ കേസ്, ഇതെന്ന് വെച്ചാൽ കേസ് നമ്മുടെ ലെസ്റ്ററാണ് കേട്ടാ. ലെസ്റ്റർ വീട്ടിലല്ലേ, നമ്മുടെ വീട്ടിലല്ലേ. ഇവിടെ ഫ്രാങ്ക്ലിൻ്റെ നൈസോട് പണി പാളിടാ. നീ പറഞ്ഞപ്പോൾ ഞാൻ നൈസോട് നമ്മുടെ ടൈഗറിൻ്റെ കഴുത്തിൽ കണക്ക് നീ ഒരു ചെറിയൊരു ബെല്ല് പോലത്തെ ഒരു സാധനം ഇട്ടിട്ടുണ്ടല്ലോ. ആ ബെല്ലിൻ്റെ അടിയിലായിട്ട് നീ പണ്ടൊരു ട്രാക്കർ വെച്ചിട്ടുണ്ടല്ലോ. ആ ട്രാക്കറിൻ്റെ ലൊക്കേഷനൊക്കെ നൈസായിട്ട് ഹാക്ക് ചെയ്ത കേട്ടാ. നമ്മുടെ ടൈഗർ ഇപ്പം ഒരാളെ കയ്യിൽ കണക്കെന്നുള്ളത് വെച്ചാൽ കേട്ടാ. ഒരാൾ നമ്മുടെ ടൈഗറിനെ കണക്കെ നൈസായിട്ട് കിഡ്നാപ്പ് ചെയ്ത കേട്ടാ. നീ എന്തോന്ന് പറഞ്ഞേ? ടൈഗറിനെ കിഡ്നാപ്പ് ചെയ്തെന്ന്? അത്രയ്ക്ക് എടാ ലെസ്റ്റർ നീ വെച്ചോടാ. ഗൈസ് നൈസായിട്ട് പണിപ്പാളി കേസ്. എനിക്ക് അപ്പോഴേ തോന്നി കേസൊക്കെ ടൈഗർ അങ്ങനെ നമ്മളെ വിട്ട് പിണങ്ങി പോയെന്നല്ലേ. എന്നാൽ അവൻ്റെ കഷ്ടകാലമായിരിക്കും കേസൊക്കെ. അവന് തിന്നാവൊന്നും കിട്ടില്ല, അത്രേ ഉള്ളൂ കേട്ടോ. അത് മാത്രമല്ല എന്താണ് മെയിൻ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ടൈഗറൊക്കെ നമ്മുടെ ടൈഗറിനൊക്കെ ഇപ്പോൾ ഒരാളുടെ കസ്റ്റഡിയിൽ കണക്കാണ് ഇരിക്കണം എന്ന് വെച്ചാൽ കേട്ടോ. എങ്ങനെയാണ് അയാളുടെ കയ്യിൽ കസ്റ്റഡിയിലായെന്ന് എനിക്കറിയണം കേട്ടൊക്കെ. മിക്കവാറും വല്ല മാഫിയ ബല്ലാസ അങ്ങനെ വല്ലതും ഗ്യാങ് ആയിരിക്കും ഇതൊക്കെ. ഓക്കെ ഇവിടെ ഇപ്പോൾ ഞാൻ എന്തായാലും ആ ലൊക്കേഷൻ എടുത്ത് ഏകദേശം എത്താറായിട്ടെന്നാലും ഉണ്ട് കേട്ടോ. ഇവിടെ ആയിട്ട് എന്തോണം ആ ഒരു ലൊക്കേഷനുകളൊക്കെ കാണിക്കണമെന്ന് വെച്ചാൽ കേട്ടോ. ഓക്കെ ഗൈസ്, ഇതൊരു കൺസ്ട്രക്ഷൻ ഏരിയ ആണല്ലോ, ഇവിടെയാണ് ലൊക്കേഷൻ കാണിക്കണമെന്ന് വെച്ചാൽ കേട്ടോ. എന്തായാലും ഇവിടെയൊക്കെ ആരാണെന്ത് നമ്മുടെ ടൈഗറിനെ തട്ടിക്കൊണ്ടെന്ന് വെച്ചാൽ കേട്ടോ. എന്നാലും നമുക്ക് നോക്കി നോക്കാം കേസ്, ഇവിടെ എങ്ങനെ അവൻ കാണുമായിരിക്കും കേസ്. ഓക്കെ എടാ നമ്മുടെ ടൈഗർ അല്ലേ. എടാ ടൈഗറെ നീ എന്താ ഇവിടെ വന്നിക്കണ? ഫ്രാങ്ക്ലി ചേട്ടാ എന്നെ രക്ഷിക്കും, ഫ്രാങ്ക്ലി ചേട്ടാ പ്ലീസ് ചേട്ടാ, ഈ മാഫിയുടെ ആൾ എന്നെ ഇപ്പൊ കൊല്ലടാ, പ്ലീസ് ഫ്രാങ്ക്ലി ചേട്ടാ എന്നെ രക്ഷിക്കും, ഫ്രാങ്ക്ലി ചേട്ടാ. എടാ നീ എൻ്റെ ടൈഗറിനെ തട്ടിക്കൊണ്ടതല്ലേടാ, നിന്റെ കാര്യത്തിലുള്ള തീരുമാനമായിടാ. നീ ആറാ, നീ എന്തിനാ നമ്മളടിക്കണത്? എടാ അത് എൻ്റെ പട്ടിയാണെടാ, നീ എന്തിനാണ് എൻ്റെ പട്ടിയെ വെച്ച് നിൻ്റെ പട്ടിയാണെന്നൊക്കെ പറയണേ? നിനക്ക് എന്നെ അടിക്കാൻ അത്രയ്ക്ക് ധൈര്യമോ? ഞാൻ ആരാണെന്ന് നിനക്ക് അറിയണം കേട്ടാ. ഞാൻ മാഫിയുടെ ബോസാണ് കേട്ടാ. പിന്നെ മാഫിയുടെ ബോസാണെന്ന് പറയുന്നത് എൻ്റെ തലയിൽ കൊമ്പല്ലേ ഇരിക്കണത്, ചാവട അങ്ങോട്ട്. ബെസ്റ്റ് മാഫിയുടെ ബോസിൻ്റെ അവസ്ഥ നോക്കുക, ഒറ്റ അടിക്കുന്ന അയാളെ ബോധം കിട്ടണം. എടാ ടൈഗറെ വാടാ,
ഫ്രാങ്ക്ലിൻ ചേട്ടാ, എന്നാലും ചേട്ടാ ഇങ്ങനെ ഒരു ചതി ചെയ്യുന്ന ഒട്ടും പ്രതീക്ഷിച്ചില്ല ചേട്ടാ. എന്തോന്ന് ചതി? ഫ്രാങ്ക്ലിൻ ചേട്ടനെ അറിഞ്ഞൂടെ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണെന്ന്? ഓ, നിന്റെ ബർത്ത്ഡേ ഇന്നാണല്ലേ? എടാ, ഞാൻ കാര്യം തന്നെ ഓർമ്മിച്ചേ ഇല്ല. സോറിടാ ടൈഗറെ. സാറില്ലടാ, നമുക്ക് അടുത്ത വർഷം ആഘോഷിക്കാടാ. അടുത്ത വർഷമോ? ഞാൻ ഇങ്ങനെയാണ് ഈ ഫ്രാങ്ക്ലിൻ ചേട്ടനോട് ഇനി അധിക കാലം നിൽക്കൂല ചേട്ടാ. ഞാൻ എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോട്ടെ. നീ ഒരു പട്ടിയല്ലേ, നിനക്ക് എവിടെ ഇറങ്ങിപ്പോകാൻ പറ്റും? നിനക്ക് ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോയാലല്ലേ പോകാൻ പറ്റില്ല. അത് നിനക്ക് ഒറ്റയടിക്ക് തന്നെ നിൻ്റെ കൈയും കാലത്ത് ഓടി ഓടി ഓടിപ്പോകാൻ പറ്റുന്നില്ലല്ലോ. പട്ടികൾക്ക് അങ്ങനെ പവറൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് അടങ്ങിയിരിക്കുക കേട്ടോ. എന്നാലും ഫ്രാങ്ക്ലിൻ ചേട്ടൻ എന്താണ് കഷ്ടമെന്നറിയാമോ? എൻ്റെ ബർത്ത്ഡേ ഫ്രാങ്ക്ലിൻ ചേട്ടൻ ഓർമ്മയില്ലല്ലോ. ഒന്ന് പോടാ അവിടെ നിന്ന്, വരണമെങ്കിൽ വന്ന് കയറും ഓക്കെ. അല്ലെങ്കിൽ ഇവിടെ കിടന്ന് ചത്തോ. അല്ല പിന്നെ ഇവനെ പോലത്തെ ഒരു പട്ടിയെ സ്വന്തമാക്കി എന്നെ വേണം അടിക്കാൻ. ഗൈസ്, എല്ലാം ആക്ടിങ് ആണ് ഓക്കെ. ടൈഗറിനൊരു കിടിലൻ സർപ്രൈസ് ഉണ്ട് കേട്ടോ. ഫ്രാങ്ക്ലിൻ ചേട്ടാ, ഞാനും വരണേ. എനിക്കിവിടെ നിന്ന് ചാവാൻ വയ്യ. എന്നാൽ അവനെ വണ്ടി കയറ്. അല്ല പിന്നെ കുറേ നേരെ കിടന്ന് വാചകം അടിക്കണത് മറ്റതാണ് മറിച്ചതാണൊക്കെ ഓക്കെ. നമുക്കെന്തായാലും ഈ സെൻ പോയി കൊണ്ട് നേരെ വീട്ടിൽ പോകട്ടെ ഓക്കെ. ഇവിടെ ഇപ്പം നമ്മളെന്തായാലല്ലോ നമ്മുടെ വീട്ടിലൊക്കെ എത്തിയിട്ടെന്തായാലും ഉണ്ട് ചേട്ടാ. അയ്യോ ഫ്രാങ്ക്ലിൻ ചേട്ടാ, ഇതെന്ത് ചേട്ടാ നമ്മുടെ വീട്ടിൽ കുറേ വണ്ടിയാണ് കിടക്കണേ? എടാ ടൈഗറെ, സർപ്രൈസ്! എന്താണ് സർപ്രൈസ്? ഹാപ്പി ബർത്ത്ഡേ ടു യു ടൈഗറെ. എടാ, നമ്മളൊക്കെ അങ്ങനെയെങ്കിലും നിന്നെ ബർത്ത്ഡേ അങ്ങനെ മറക്കൂടാ. എടാ, ഞാൻ എത്ര നാളായിട്ടെന്നറിയാമോ നിന്റെ ബർത്ത്ഡേ പ്ലാൻ ചെയ്ത് വെച്ചേക്കണം, ഗ്രാൻഡായിട്ട് ആഘോഷിക്കണമെന്ന്. അതൊക്കെ പിന്നെ അത്രേ ഉള്ളൂ. താങ്ക് യു ഫ്രാങ്ക്ലിൻ ചേട്ടാ, താങ്ക് യു. അല്ല, കേക്കൊക്കെ മുറിക്കണ്ടേ? കേക്കൊക്കെ മുറിക്കാം, പക്ഷെ അതിനു മുമ്പ് ഒന്ന് ഡാൻസൊക്കെ ഒന്ന് കളിച്ചാലോ? ഫ്രാങ്ക്ലിൻ ചേട്ടാ, അതിനൊക്കെ ഇപ്പം എന്താ? ഫ്രാങ്ക്ലിൻ ചേട്ടാ ടൈഗറിനെ കിട്ടിയ ആടാ ഷിഞ്ചാനെ. ഐ സി യു ടൈഗർ മോനെ, നീ എങ്ങോട്ട് പോയത്? അത് പിന്നെ ഗ്രാനി, ഒന്നും പറയണ്ട ഗ്രാനി, ഞാൻ പിന്നെ പറയാം. ഇപ്പം നമുക്ക് എൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാം. ആടാ ടൈഗറെ, ലെറ്റ്സ് ഗോ. 2000 years later. ഹാപ്പി ബർത്ത്ഡേ ടു യു ടൈഗറെ. ഹാപ്പി ബർത്ത്ഡേ ടു യു ടൈഗറെ. ഹാപ്പി 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 ബർത്ത്ഡേ ടു യു ടൈഗറെ. ഹാപ്പി ബർത്ത്ഡേ ടു യു ടൈഗറെ. ഹാപ്പി ബർത്ത്ഡേ ടു യു ടൈഗറെ. ഐ സി യു മോനെ ടൈഗറെ. ഹാപ്പി 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 ബർത്ത്ഡേ ടു യു ടൈഗർ മോനെ. ഹാപ്പി 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 ബർത്ത്ഡേ ഓഫ് ടൈഗർ. താങ്ക് യു ഫ്രാങ്ക്ലിൻ ചേട്ടാ, താങ്ക് യു ഫ്രാങ്ക്ലിൻ ചേട്ടാ, താങ്ക് യു വെരി മച്ച്. ആടാ ടൈഗറെ, അതൊക്കെ പിന്നെ എത്രയേ ഉള്ളൂ. ഫ്രാങ്ക്ലിൻ ചേട്ടാ, വെരി 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 താങ്ക്സ് കേട്ടാ. എനിക്ക് നല്ല രീതി ഇഷ്ടപ്പെട്ടു കേട്ടാ. എൻ്റെ ഒരു ബർത്ത്ഡേ വേറെ ലെവലായിട്ടുള്ള ബർത്ത്ഡേ ആണ് കേട്ടോ. അല്ല ഫ്രാങ്ക്ലിൻ ചേട്ടാ, എനിക്ക് ഗിഫ്റ്റൊന്നും ഇല്ല. എൻ്റെ മോനെ, ഇതാരെ ബൈക്കാണ് ഫ്രാങ്ക്ലിൻ ചേട്ടാ? എൻ്റെ ഫേവറേറ്റ് ബൈക്കാണ് കേട്ടോ, RC. എനിക്കിതൊക്കെ സ്വന്തമാക്കണമെന്ന് ആഗ്രഹമുണ്ട് കേട്ടാ. എനിക്ക് ഒരുവിധമൊക്കെ ഓടിക്കറിയാം, പക്ഷെ എൻ്റെ കയ്യിലൊരു വണ്ടി പോലും ഇല്ല ഫ്രാങ്ക്ലിൻ ചേട്ടാ. ഞാൻ എന്ത് ചെയ്യും ഫ്രാങ്ക്ലിൻ ചേട്ടാ? എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റൊക്കെ ആയിട്ട് സാധാ സാധനമൊക്കെ അല്ലേ കിട്ടുമോ? എടാ ടൈഗറെ, നിൻ്റെ ബാക്കി ഇരിക്കണ ആ ഒരു വണ്ടിയില്ലേ, ആ ഒരു RC, അത് ഞാൻ നിനക്കായിട്ട് സ്പെഷ്യലായിട്ട് മേടിച്ച വണ്ടിയാണ്. എന്തുകൊണ്ട് ഫ്രാങ്ക്ലിൻ ചേട്ടാ എനിക്കായിട്ട് മേടിച്ച വണ്ടി എന്നാ? ആടാ ടൈഗറെ, അതൊക്കെ പിന്നെ എത്ര ഉള്ളൂടാ ടൈഗറെ. ഹാപ്പി ബർത്ത്ഡേ ടു യു ടൈഗറെ. ഇതാണ് നിൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് ചേട്ടാ, RC. താങ്ക് യു ഫ്രാങ്ക്ലിൻ ചേട്ടാ. ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ പതുക്കെ ഓടിച്ചോളാം ചേട്ടാ. എനിക്ക് ഒരുവിധം ഓടിക്കാനൊക്കെ അറിയാം കേട്ടാ. ഞാൻ സാധാരണ ഒരു പട്ടിയല്ല. ആടാ ടൈഗറെ. അപ്പോൾ ടൈഗറെ, എല്ലാ ദിവസവും നീ നിൻ്റെ കിടപ്പാടത്തിൻ്റെ സ്ഥലത്ത്, അതായത് നിൻ്റെ കിടക്കണ സ്ഥലത്തില്ലേ, കിടക്കണ സ്ഥലത്ത് തന്നെ നീ നേരെ നിൻ്റെ ബൈക്ക് കൊണ്ടിടണം ഓക്കെ. ബൈക്ക് കൊണ്ടിട്ട് അതിൻ്റെ അകത്തോടൊന്ന് ചാരിക്കിടന്ന് ഉറങ്ങിക്കോ. ഫ്രാങ്ക്ലിൻ ചേട്ടാ, താങ്ക്സ് ചേട്ടാ. താങ്ക് യുടെ ഷിഞ്ചനെ, താങ്ക് യുടെ പിഞ്ചനെ, താങ്ക് യു ഗ്രാനി. എല്ലാവർക്കും താങ്ക്സ് ചേട്ടാ, വെരി വെരി താങ്ക്സ് ഓക്കെ ഗേൾസ്. അപ്പോൾ ഇത്ര ഉള്ള കേട്ടോ എൻ്റെ ഇന്നത്തെ ഒരു വീഡിയോ ഓക്കെ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു കേട്ടോ. ഞാൻ വീണ്ടും പുതിയ കിടിലൻ വീഡിയോ വീണ്ടും വരുന്നതാണ്, അതും ഫ്രാങ്ക്ലിൻ ചേട്ടൻ്റെ അവിടെ ഓക്കെ. അല്ലടാ ഷിഞ്ചനെ, പിഞ്ചനെ, ഗ്രാനി, ടൈഗറെ. ആടാ ടൈഗറെ, അത് നീ പറഞ്ഞ ശരിയാണ് കേട്ടാ. അപ്പം എല്ലാവർക്കും ഇത്രയുള്ള കേസ് എൻ്റെ അന്നത്തെ ഒരു വീഡിയോ, ഒരു ചെറിയൊരു വീഡിയോ ആയിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും എനിക്ക് വേണ്ടിയിട്ട് ഒരു ഹാപ്പി ബർത്ത്ഡേ ടൈഗർ എന്ന് പറഞ്ഞ് കമൻറ്റായിട്ട് അയക്കുക ഗൈസ് ഓക്കെ. അപ്പം ഇതിലായിട്ട് ആരെങ്കിലും ലൈക്ക് ചെയ്യാത്തതുകൊണ്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണും കൂടി വിളിച്ചത് വീഡിയോസ് നമുക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ആവുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഷെയർ ചെയ്തിട്ട് അപ്പം പുതിയൊരു വീഡിയോ എടുക്കാൻ എല്ലാവർക്കും ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ.